തുർക്കിക്കെതിരെ കൂടുതൽ കടുത്ത നിലപാടുമായി കേന്ദ്രം. വിവിധ മേഖലയിൽ തുർക്കിയുമായി ഉണ്ടായിരുന്ന സഹകരണം പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇന്ന് നടക്കേണ്ടിയിരുന്ന തുർക്കി നയതന്ത്ര പ്രതിനിധിയെ അംഗീകരിക്കേണ്ട ചടങ്ങ് മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടർക്കിഷ് എയർപോർട്ട് സർവീസ് കമ്പനിക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയതിനു പുറമെ വിവിധ മേഖലയിൽ തുർക്കിയുമായുള്ള സഹകരണത്തിന് അപ്രഖ്യാപിത വിലക്ക് നിലവിൽ വന്നു കഴിഞ്ഞു. തീവ്രവാദം അവസാനിപ്പിക്കുന്നതുവരെ ഇനി പാകിസ്ഥാനുമായി സഹകരണമില്ലെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. തുർക്കിയുടെ പുതിയ അംബാസിഡറായി നിയമിതനായ അലി മുറാത്ത് ഇറോസിയെ ഇന്ത്യ അംഗീകരിക്കുന്ന ചടങ്ങ് വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ ഇത് മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാരണം വ്യക്തമാക്കാതെയുള്ള ഈ നീക്കത്തിലൂടെ വേണ്ടിവന്നാൽ തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് ഇന്ത്യ നൽകുന്നത്. ടർക്കിഷ് എയർപോർട്ട് സർവീസ് കമ്പനിയായ സെലീബിക്ക് സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചതാണ് ഇന്ത്യ നടത്തിയ മറ്റൊരു കടുത്ത നീക്കം. കൊച്ചി അടക്കം 8 വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നിർവഹിച്ചിരുന്നത് ഈ കമ്പനിയാണ്. രാജ്യത്തെ 7800 ജീവനക്കാരുള്ള ഈ കമ്പനിക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലടക്കം തുർക്കി ബാൻ ക്യാമ്പയിൻ സജീവമായി നടക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ തുർക്കിയുമായുള്ള സഹകരണം ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം JNU, ജാമിയ മിലിയ സർവകലാശാലകൾ തീരുമാനിച്ചിരുന്നു. വ്യാപാര മേഖലയിലും അപ്രഖ്യാപിത വിലക്ക് നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറെ പ്രിയമുള്ള തുർക്കി ആപ്പിളുകളുടെ ഇറക്കുമതി നിർത്തിവെക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചു. പ്രതിവർഷം $1000 കോടി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിരുന്നത്. ഇത് പൂർണ്ണമായി നിർത്തിവെക്കുന്നതായി പൂനെ കേന്ദ്രമായ വ്യാപാരികളുടെ സംഘടന അറിയിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ തുർക്കിക്കൊപ്പം അസർബൈജാനും ഇന്ത്യയുടെ വിലക്ക് നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ സർവീസുകൾ കൂട്ടത്തോടെയാണ് റദ്ദാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.